നൂറ്റാണ്ടുകളായി അന്വേഷികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ പാരമ്പര്യത്തിലേക്കുള്ള വിസ്മയകരമായ ഒരു യാത്രയാണ് നാം ഇന്ന് ആരംഭിക്കുന്നത്. സൂഫിസം. ഇസ്ലാമിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരും അതിൻ്റെ നിയമപരവും മതപരവുമായ വശങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത്. എന്നാൽ ഈ വിശ്വാസത്തിനുള്ളിൽ അഗാധവും നിഗൂഢവുമായ ഒരു ആത്മീയ തലമുണ്ട്. ദൈവവുമായുള്ള നേരിട്ടുള്ള സംഗമം, ഹൃദയശുദ്ധി, സ്നേഹത്തിലൂടെയുള്ള പരമസത്യത്തിനായുള്ള അന്വേഷണം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പാതയാണിത്. ഇതാണ് സൂഫി മാർഗം. എന്താണ് സൂഫിസം? ലളിതമായി പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആത്മീയവും ആന്തരികവുമായ വശമാണ് സൂഫിസം. ഇതൊരു പ്രത്യേക മതമല്ല, മറിച്ച് ഇസ്ലാമിക വിശ്വാസത്തിന്റെയും പ്രയോഗത്തിന്റെയും ആന്തരിക തലമാണ്. സൂഫികൾ അല്ലെങ്കിൽ പലപ്പോഴും ദർവീഷുകൾ എന്ന് വിളിക്കപ്പെടുന്നവർ ഇഹ്സാൻ അഥവാ ആത്മീയ മികവും ആന്തരിക സൗന്ദര്യവും കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ അവർ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഉത്ഭവിച്ച സൂഫിസം വടക്കേ ആഫ്രിക്ക മുതൽ ഇന്ത്യ വരെയും അതിനപ്പുറവും വ്യാപിച്ചു. കല, സാഹിത്യം, സംഗീതം എന്നിവയിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്നേഹം, സഹിഷ്ണുത, ആത്മീയ ദാഹം എന്നിവയിലൂന്നിയ ഇതിന്റെ സന്ദേശം എല്ലാ വിഭാഗം ആളുകളെയും ആകർഷിച്ചു. ആദ്യകാല സൂഫികൾ ലളിതമായ ജീവിതം നയിക്കുന്നവരും കഠിനമായ അച്ചടക്കമുള്ളവരുമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആത്മീയ അനുഭവങ്ങളെയും അദ്ദേഹത്തിന്റെ കാരുണ്യത്തെയും വിനയത്തെയും അനുകരിക്കാനാണ് അവർ ശ്രമിച്ചത്. സൂഫ്, കംബ്ലി എന്ന വാക്കിൽ നിന്നാണ് സൂഫി എന്ന പേരുണ്ടായതെന്ന് കരുതപ്പെടുന്നു. ആദ്യകാല സൂഫികൾ ധരിച്ചിരുന്ന പരുക്കൻ കമ്പിളി വസ്ത്രങ്ങളെയാണിത് സൂചിപ്പിക്കുന്നത്. ആത്മീയ പരിശീലനങ്ങൾ. മതപരമായ അടിസ്ഥാന കടമകളോടൊപ്പം തന്നെ സൂഫികൾ ചില പ്രത്യേക ആത്മീയ രീതികൾ പിന്തുടരുന്നു. ദിക്ർ, സ്മരണ, ദൈവനാമങ്ങളോ ഖുറാനിലെ വചനങ്ങളോ ആവർത്തിച്ചുരുവിടുന്ന രീതിയാണിത്. ഇത് നിശബ്ദമായോ അല്ലെങ്കിൽ താളാത്മകമായോ ചെയ്യാം. ലൗകിക ചിന്തകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ച് ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണിതിന്റെ ലക്ഷ്യം. വേളിംഗ്. സൂഫിസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വിശ്വപ്രസിദ്ധ കവി റൂമിയുടെ അനുയായികൾ ചെയ്യുന്ന കരങ്ങിക്കൊണ്ടുള്ള നൃത്തമാണ്. ഇത് കേവലമൊരു നൃത്തമല്ല, മറിച്ച് ഒരുതരം സജീവ ധ്യാനമാണ്. ആകാശത്തിൽ നിന്ന് ദൈവിക കൃപ സ്വീകരിക്കുന്നതിനെയും അത് ഭൂമിയിലേക്ക് പകർന്നു നൽകുന്നതിനെയും ഇത് പ്രതിനിധാനം ചെയ്യുന്നു. റൂമി, ഹാഫിസ്, അത്താർ തുടങ്ങിയ മഹാന്മാരായ സൂഫി കവികൾ തങ്ങളുടെ കവിതകളിലൂടെ ദൈവത്തോടുള്ള അടങ്ങാത്ത പ്രണയം ആവിഷ്കരിച്ചു. ഇവരുടെ രചനകൾ ഇസ്ലാമിക ലോകത്തിന് പുറത്തും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്നും ലോകമെമ്പാടും സൂഫിസം സജീവമാണ്. സ്നേഹം, സഹിഷ്ണുത, ആന്തരിക ശുദ്ധി എന്നിവയിലൂന്നിയ ഇതിന്റെ സന്ദേശം ഇന്നും പ്രസക്തമാണ്. അഹംഭാവം ഉപേക്ഷിക്കാനും മാനവികതയെ സ്നേഹിക്കാനും പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കാനും സൂഫിസം പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ആത്മീയത എന്നത് കേവലം നിയമങ്ങളോ ആചാരങ്ങളോ അല്ല, മറിച്ച് ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധമാണെന്ന് സൂഫിസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതൊരു ഹൃദയത്തിന്റെ യാത്രയാണ്. സ്നേഹത്തിലൂടെയും സ്മരണയിലൂടെയും നമുക്കുള്ളിൽ തന്നെ ദൈവത്തെ കണ്ടെത്താനുള്ള